ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു മിനി വ്ളോഗാണ്. നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. രാവിലെ എണീപ്പിച്ച് കൊണ്ടുവന്ന് പല്ല് തേപ്പിക്കാൻ നിർത്തി. മുറ്റത്താട്ടോ ഇപ്പോൾ പല്ല് തേപ്പൊക്കെ. കാരണം ചെറിയൊരു വെയിലും കൊള്ളിക്കാം, പിന്നെ അവൾ വലിയ വഴക്കില്ലാതിരിക്കുകയും ചെയ്യും. പിന്നെ അവൾക്ക് ഞാൻ എന്നും രാവിലെ കുറച്ച് വെള്ളം കൊടുക്കാറുണ്ട്. അതും കൊടുത്ത് നിന്നപ്പോഴാണ് അവളുടെ ഫ്രണ്ട് ഗോപാൽ വന്നത്. കിളിയുടെ സൗണ്ട് എവിടെ കേട്ടാലും അവൻ ഓടി വരും. ഒരു തമ്മിൽ ഭയങ്കര ബോണ്ടാട്ടോ. പിന്നെ ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി കൊടുത്തു. എനിക്ക് മുടി വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കിളിയുടെ മുടി വെട്ടാൻ സമ്മതിക്കത്തില്ല. കിളിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം പുതിയ ഓരോരോ ഹെയർ സ്റ്റൈൽ ഞാൻ ഇതിൽ പരീക്ഷിക്കാറുണ്ട്. കിളിക്കും അത് ഇഷ്ടമായതുകൊണ്ട് അവൾ വഴക്കുണ്ടാക്കാതെ ഇരുന്നും തരും. അംഗൻവാടിയിൽ പോകുമ്പോൾ ഞാൻ എന്നും ഓരോരോ രീതിയിലാണ് മുടി കെട്ടി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പരിക്കകത്തോട് കയറിയപ്പോൾ ചേച്ചി എല്ലാം നിരത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടായോട് കടയിൽ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ഉണ്ടച്ചേന്ന് പറഞ്ഞാൽ അവൾ ചാടിത്തോളത്ത് കയറി. അവിടെ ഇട്ടുകൊണ്ട് നിന്ന വേഷത്തിൽ ചേച്ചി ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ, കടയിൽ പോകാനായിട്ട്. പിന്നെ അത് രണ്ടുപേരും കൂടെ പോവുകയാണ്. ഫ്രണ്ടിലൊക്കെയാണ് കയറിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവർ വരുന്നതിന് മുമ്പ് മഴ പെയ്യുമായിരിക്കും. പക്ഷെ മഴ പെയ്യുന്നതിന് മുമ്പ് അവർ തിരിച്ചു വന്നു. അതുകൊണ്ട് ഒരാൾ കൈയും വീശി കയറി വരുന്നത്. ചേട്ടയുടെ കയ്യിലുണ്ട് സാധനം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് അവൽ നനച്ചതാണ്. പച്ച തന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ തന്നാൽ മതിയെന്നും പറഞ്ഞു. ഭയങ്കര പാടാട്ടോ അവളെ ഫുഡ് കഴിപ്പിക്കാനായിട്ട്. അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയുണ്ട്. അവൾക്ക് മഴ കാണാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് അവളത് പോയി നിന്ന് കാണുവാണ്. അത്യാവശ്യം നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് പാല് കൊടുക്കുന്നുണ്ട്. എന്നും രാവിലെ കൊടുക്കുന്നതാണ്. പിന്നെ അംഗൻവാടി പോകുന്ന ദിവസം അംഗൻവാടി പാലുണ്ടെങ്കിൽ കൊടുക്കാറില്ല, അല്ലെങ്കിൽ കൊടുക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളെ ഫുഡ് കഴിപ്പിക്കാൻ. അത് കഴിഞ്ഞ് പച്ചയുടെ അടുത്ത് കയറി പോകണമെന്ന് പറഞ്ഞത് ഈ മോളിൽ ചെന്നപ്പം ഇതാണ് അവിടുത്തെ അവസ്ഥ. എല്ലാം നിരത്തിയിട്ടേക്കുക. പിന്നെ അവിടുന്ന് കരച്ചയും ബഹളവുമായിട്ട് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കൊടുക്കുവാണ്. പുട്ടും പഴവുമായിരുന്നു, അത് കൊടുത്തു. ആൾ കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മുകളിൽ അച്ഛയുടെ അടുത്ത് പോകണം. പിന്നെ അവിടെ പോയിരുന്നുള്ള കലാപരിപാടികളാണിത്. 1 മണിക്കൂറെടുക്കും ആളെ ഒന്ന് ഫുഡ് കഴിപ്പിച്ച് വരാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോപാൽ പിന്നെയും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ താഴെ വന്നത് അവളുടെ ഫ്രണ്ടാണ്, അവളുടെ ചേട്ടയും വന്ന് രണ്ടുപേരും കൂടെ കളിയാൻ. കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ ഈ ബിൽഡപ്പൊക്കെ. അത് കഴിയുമ്പോൾ ചാടി എവിടെയെങ്കിലും കയറും. അങ്ങനെ വന്ന് കയറിയിരിക്കുന്നതാണ് ഇത്. അച്ഛയും മോളും കൂടെ ഉള്ള ഒരു കലാപരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പലതരത്തിലുള്ള ബട്ടർഫ്ലൈസൊക്കെ കാണും. പിന്നെയുള്ള അടവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അച്ഛ കുളിപ്പിച്ചാൽ മതി എന്നുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. കുളിയും കഴിഞ്ഞ് കഞ്ഞികുടിയും കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. വൈകിട്ട് പപ്പായ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് നന്ദു ജോലിക്ക് പോയി. പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി പഠനമാണ്. ഞാൻ ഇങ്ങനെ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയും അതിൽ കൂടെ അവൾ വരച്ച് എഴുതിക്കോളും. ആൾക്ക് കൈ പിടിച്ച് എഴുതിക്കുന്ന അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഡോട്ടിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അവൾ അതേ നോക്കിയിട്ട് എഴുതുകയാണ് ചെയ്യാറ്. താനേ വന്ന് അവൾക്ക് ഇരിക്കാനുള്ള പായൊക്കെ വിരിച്ചിടുന്ന കണ്ടോ. ഭയങ്കര ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കൊച്ചാണ് എൻ്റേത്. കണ്ടോ, എല്ലാം വിരിച്ചിട്ട് ഞാൻ സ്ലേറ്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഡോട്ടിട്ടത്. സ്ലേറ്റ് കയ്യിൽ കൊടുത്തു. ഇനി അവൾ എഴുതുന്ന കണ്ടോ, ഇങ്ങനെ ഡോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് യോജിപ്പിച്ച് ചെയ്യും. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്ലാപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സൂപ്പർ എന്നൊക്കെ പറയുന്നതോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠനവും കഴിഞ്ഞ് അടുത്ത പരിപാടിയാണ് ഇത്. ഇതെല്ലാം കഴിഞ്ഞ് നൈറ്റത്തെ ഫുഡും കഴിച്ച് അപ്പോൾ ദോശയും കൊടുത്ത് പല്ലും തേപ്പിച്ച് ദേഹമൊക്കെ ഒന്ന് കഴിയിച്ച് ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.